നമസ്കാരം. അപ്പോ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ റിലീസിംഗിന് ശേഷം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ റിജക്ട് ചെയ്തതിനെതിരെ കുറച്ച് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു വീഡിയോസിന് താഴെ കൂടുതലും വന്നിരിക്കുന്നത് അനിരുദ്ധ് ഫാൻസുകാരാണ് കൂടുതൽ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും വളരെ മോശമായ അഭിപ്രായങ്ങളാണ് അതിൽ കൂടുതലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ അനിരുദ്ധ് ഫാൻസുകാരൊന്നും മനസ്സിലാക്കുക, തീർച്ചയായിട്ടും അനിരുദ്ധിന് വെറും 25% മാത്രമേ ഫാൻസ് ഉള്ളൂ എന്നുള്ളതിന് തെളിവുകൾ ഞാനിട്ടിരിക്കുന്ന വീഡിയോസിന് കീഴെ വന്നിരിക്കുന്ന കമന്റ്സ് വായിച്ചു കഴിഞ്ഞാൽ അറിയാം. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ ഫാൻസിന്റെ എണ്ണം ഒരു 100 വോൾട്ടേജ് മേലെയാണ്. അതിൽ AR റഹ്മാൻ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ ഓരോ കമന്റ്സ് വായിച്ചാൽ അനിരുദ്ധ് ഫാൻസുകാർ കണ്ണും പൂട്ടി ഓടേണ്ട ഒരു ഗതികേടാണ്. ഇതിലൊരു കമന്റ്സ് വായിച്ചപ്പോൾ ചിരിയാണ് വന്നത്. കാരണം ശരിക്കും ഒരു ചിരി വരുമെങ്കിലും പക്ഷെ ഒരു സത്യാവസ്ഥ അതിൽ തെളിഞ്ഞിരിക്കുകയാണ്. കാരണം ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ സോങ്ങുകൾ കേൾക്കുമ്പോൾ വേറെ ഇംഗ്ലീഷ് പാട്ടുകൾ കേട്ടതായിട്ട് ഒരു സാമ്യം ഉണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ഇംഗ്ലീഷ് പാട്ടിൽ നിന്ന് മോഷ്ടിച്ച പാട്ടുകളാണ് എന്നുള്ളതാണ് ആ ഒരു പ്രേക്ഷകൻ വിലയിരുത്തുന്നത്. തീർച്ചയായിട്ടും ഇത് അനിരുദ്ധിന്റെ ഫാൻസുകാർക്ക് ഒരു വെല്ലുവിളിയാണ് ഈ ഒരു ഉത്തരം. അദ്ദേഹം അയച്ചിരിക്കുന്നത് ആ ഒരു പ്രേക്ഷകൻ അയച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രേക്ഷകൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന കമന്റ് വായിച്ചാൽ അറിയാം അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ മറ്റു പല ഇംഗ്ലീഷ് പാട്ടുകളിൽ നിന്ന് കോപ്പി ചെയ്തിട്ടാണ് ആ മ്യൂസിക് ചെയ്യുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ശരിയാണെന്ന് നമുക്കറിയില്ല. അത് ആ ഒരു പ്രേക്ഷകന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അതിനെ നമ്മൾ മാനിക്കണം. കാരണം അദ്ദേഹം ഒരു പ്രേക്ഷകനാണ്. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ വീഡിയോ ഇട്ടപ്പോൾ ഈ അനിരുദ്ധ് ഫാൻസുകാർ ഒന്ന് ആക്രമിച്ചത് ശരിക്കും അന്താക്ഷരിയാണ് പറഞ്ഞത്. തെറിയടക്കം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു സ്വന്തം മീഡിയ ആയതുകൊണ്ട് നമ്മൾ തിരിച്ചത് പ്രതികരിക്കുന്നില്ല. തീർച്ചയായിട്ടും അത് യൂട്യൂബിന് ഒത്തിരി റൂൾസ് ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ തിരിച്ച് പ്രതികരിക്കുന്നില്ല. അപ്പോൾ അത് ആ ഒരു അന്താക്ഷരി പറഞ്ഞതിന്റെ പേരിൽ അതിനകത്ത് തന്നെ വന്നിരിക്കുന്ന AR റഹ്മാൻ ഫാൻസ് പറഞ്ഞതാണത്. തീർച്ചയായിട്ടും അനിരുദ്ധിന്റെ സോങ്ങുകൾ കേൾക്കുമ്പോൾ പഴയ ഇംഗ്ലീഷ് പാട്ടുകളിൽ നിന്ന് കോപ്പി ചെയ്തതുപോലെ ഒരു ഫീലിംഗ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. ഇത് സത്യമാണോ എന്നുള്ളത് നമുക്കറിയില്ല. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കടിച്ചാൽ പൊട്ടാത്ത വാക്കുകളാണ് ഓരോ പാട്ടുകളിലും. അദ്ദേഹം മ്യൂസിക് ചെയ്തിരിക്കുന്ന പലതും അതുപോലെ തന്നെയാണ്. അതിൽ അനിരുദ്ധിനോട് കൂടുതൽ കമ്പമുള്ള ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഈ കാലഘട്ടത്തിനനുസരിച്ചാണ് അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ഈ ഒരു തട്ടുപൊളിപ്പൻ സോങ്ങുകൾ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിനെതിരെ നന്നായിട്ട് പ്രതികരിക്കാൻ തോന്നി. കാരണം ഓരോ വ്യക്തിയുടെയും മനസ്സിൽ തങ്ങി നിൽക്കാത്ത രീതിയിലുള്ള സോങ്ങുകൾ ഇറക്കിയിട്ട് എന്ത് കാര്യം, ആരിക്കാണ് ഗുണം ചെയ്യുന്നത്? സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. തീർച്ചയായിട്ടും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്റെ പാട്ടുകൾ വർഷങ്ങളോളം അതിനപ്പുറത്തേക്ക് നമ്മളുടെ കാതുകളിൽ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന ഒരു സോങ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ BGM ഈ ഒരു രൂപത്തിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിഷ്യന്റെ സോങ്ങുകൾ 1-2 മാസത്തിൽ കൂടുതൽ മനസ്സുകളിൽ തങ്ങി നിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ പിന്നീട് ഒരു കമന്റ്, അതായത് ഒരു സാധാ പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് കോപ്പി കിങ് ആണ്, അതായത് കോപ്പികളുടെ ഒരു രാജാവാണ് അനിരുദ്ധ് എന്നാണ് ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ എന്ന് എനിക്കറിയില്ല. തീർച്ചയായിട്ടും കോപ്പി കിങ് തന്നെയാണോ? എന്തായാലും പ്രേക്ഷകരുടെ അഭിപ്രായത്തെ മാനിച്ച് നോക്കുമ്പോൾ ഒത്തിരി ചിരിയും വരുന്നുണ്ട്, ഒത്തിരി സങ്കടവും വരുന്നുണ്ട്. കാരണം ഇനിയും ഒത്തിരി കമന്റുകൾ വായിക്കാനുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കമന്റ്സും കൂടി നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം. അതിൽ സത്യസന്ധമായിട്ടൊരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് അനിരുദ്ധിന് ഒരു റെസ്പെക്ട് ചെയ്യുന്ന ഒരു ആളാണ്. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അനിരുദ്ധിന്റെ 100 പാട്ടുകൾ ചെയ്താൽ പോലും AR റഹ്മാന്റെ ഒരു പാട്ടിനരികെ എത്തില്ല എന്നുള്ളതാണ് ആ ഒരു പ്രേക്ഷകൻ സത്യസന്ധമായ രീതിയിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം BGM ഇട്ട് തിയേറ്റർ കുലുക്കിയിട്ട് കാര്യമില്ല അനിരുദ്ധേ. മാന്യമായ രീതിയിൽ ഒരാൾക്ക് പാടാൻ പറ്റുന്ന രീതിയിൽ പാട്ടിനനുസരിച്ച് സംഗീതം ചെയ്യുവാനാണ് ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ പറയുന്ന തട്ടുപൊളിപ്പൻ പാട്ടുകളൊക്കെ ചെയ്യുമ്പോൾ തിയേറ്റർ ഇട്ട് കുലുക്കുക എന്നുള്ളത് മാത്രമേ നടക്കുകയുള്ളൂ. അല്ലാതെ മനസ്സുകളിൽ ആ ഒരു മ്യൂസിക് നിലനിൽക്കുന്നത് വളരെ അപൂർവമാണ്. കാരണം 1-2 മാസം അതിൽ കൂടുതൽ അതിനുള്ളൊരു ആയുസ് ഉണ്ടാവില്ല. തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നതിനോട് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. എന്റെ ഒരു പേഴ്സണൽ ആയുള്ള ഒരു അഭിപ്രായമാണ്. തീർച്ചയായിട്ടും അനിരുദ്ധ് ചെയ്തിരിക്കുന്ന ഈ അടുത്ത കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന എല്ലാ മ്യൂസിക്കും
ഏകദേശം ഒരേ ശൈലിയിൽ തന്നെയാണ്. തീർച്ചയായിട്ടും അത് ഓരോ പ്രേക്ഷകരും AR റഹ്മാന്റെ ഫാൻസ് മാത്രമല്ല അനിരുദ്ധിന്റെ ഫാൻസ് അടക്കം പറഞ്ഞിരിക്കും തട്ടുപൊളിപ്പൻ പാട്ടാണ്. തീർച്ചയായിട്ടും ഒരേ ലെവലിൽ തന്നെയാണ് ഓരോ സംഗീതവും കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഈ ഒരു ട്രെയിലറിലും കേൾക്കാൻ സാധിച്ചത് സെയിം ഒരേ ശൈലിയിൽ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അടുത്തൊരു പ്രേക്ഷകൻ പറയുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ വേസ്റ്റ് ആണെന്നാണ്. അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം അദ്ദേഹം വേസ്റ്റ് ഒന്നുമല്ല, അദ്ദേഹത്തിന് കഴിവുണ്ട്. പക്ഷേ അദ്ദേഹം ചെയ്യുന്നത് ഒരേ ശൈലിയിലുള്ള സോങ്ങുകളായതുകൊണ്ട് അത് പ്രേക്ഷകർക്ക് ദഹിക്കുന്നില്ല എന്നുള്ളൊരു സത്യം വളരെ സത്യസന്ധമായ രീതിയിൽ തന്നെയാണ്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണോ വേസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയില്ല. സാധാ പ്രേക്ഷകൻ അനിരുദ്ധിന്റെ ഫാനുമല്ല, AR റഹ്മാന്റെ ഫാനുമല്ല. തീർച്ചയായിട്ടും അദ്ദേഹം ഓപ്പൺ മൈൻഡിൽ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ 2 എന്ന് പറയുന്ന ആ ഒരു ചിത്രം കാണാൻ താല്പര്യമില്ല. കാരണം ഇന്ത്യൻ ആദ്യ ഭാഗത്ത് കേട്ടൊരു സോങ് ഉണ്ട്, ടെലിഫോൺ മണിപ്പോൾ. ആ ഒരു സോങ് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംഗീതവും ഈ രണ്ടാമത്തെ ഭാഗത്തിൽ കേൾക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു ചിത്രം കാണുന്നില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുകയാണ് ആ ഒരു പ്രേക്ഷകൻ. ഇനി അടുത്തൊരു കമന്റ് വായിക്കേണ്ടതാണ്. കാരണം അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യൻ ഫാസ്റ്റ് ഫുഡ് പോലെയാണ്. ഫാസ്റ്റ് ഫുഡ് പോലെ എന്ന് പറയുമ്പോൾ നമുക്ക് റെഡിമെയ്ഡ് പോയി പെട്ടെന്ന് വാങ്ങിച്ച് കഴിക്കാവുന്ന ഒരു സംഭവം. AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു ബ്രില്യൻ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. AR റഹ്മാൻ സോങ്ങുകൾ ഒത്തിരി നാളും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുന്നത് കൊണ്ട് മാത്രം ബ്രില്യൻറ്റ്. ഈ അനിരുദ്ധ് എന്ന് പറയുന്ന വ്യക്തിയുടെ മ്യൂസിക് ഫാസ്റ്റ് ഫുഡ് പോലെ, അതിൽ നമുക്ക് ഒന്നും പറയാനില്ല, അതേപോലെ ആയിരിക്കാം. വേറൊരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് AR റഹ്മാൻ നല്ലൊരു മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ആഴത്തിൽ ചിന്തിക്കാനുള്ള ഒത്തിരി റിസർച്ചിന് ശേഷം മാത്രം ഒരു പാട്ടിന് സംഗീതം കൊടുക്കുന്ന ഒരു മാജിഷ്യൻ ആണെന്നാണ് ആ ഒരു പ്രേക്ഷകൻ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. അത് 100% കറക്റ്റ് ആണെന്ന് ഞാനും ആ ഒരു പ്രേക്ഷകനോട് ചേർന്ന് പറയുന്നു. ഇനി ഞാൻ പറയുന്നത് അനിരുദ്ധിന്റെ ഫാൻസുകാരോട് മാത്രമല്ല. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ AR റഹ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം പെയ്തൊരു മഴയിൽ കിളിർത്ത ഒരു വ്യക്തിയല്ല. അതാദ്യം മനസ്സിലാക്കണം. ഒത്തിരി കഷ്ടപ്പാടുകൾക്കിടയിലൂടെ സഞ്ചരിച്ച് ഒത്തിരി കാലങ്ങൾ സംഗീതവുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലൂടെയും സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകർക്ക് ഒത്തിരി നല്ല പാട്ടുകൾക്കനുസരിച്ച് അതിന് മ്യൂസിക് ചെയ്തൊരു യഥാർത്ഥ മ്യൂസിഷ്യനാണ്. ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് പറയാനുള്ളത്, അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യൻ ചെയ്തിരിക്കുന്ന ഒരു പാട്ട്, ഒത്തിരി കാലം മനസ്സിൽ നിറഞ്ഞു നിൽക്കാൻ പറ്റിയ ഒരു പാട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ടൈപ്പ് ചെയ്ത് കമന്റ് ചെയ്യാൻ സാധിക്കും. ഇത് നിങ്ങൾക്കൊരു വെല്ലുവിളിയായിരിക്കും. തീർച്ചയായിട്ടും ഇതൊരു 100 വോൾട്ടേജിലുള്ള വെല്ലുവിളി. ഒരു പാട്ട് പോലും അങ്ങനെ കമന്റ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് വ്യക്തമായുള്ള ഒരു അറിവ്. അതേസമയം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ 1000 ഗാനങ്ങൾ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് എണ്ണത്തിൽ കുറയാത്ത തരത്തിലുള്ള ഒത്തിരി സോങ്ങുകൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. കാരണം അദ്ദേഹം ചെയ്തിരിക്കുന്ന ഓരോ പാട്ടുകളും വർഷങ്ങളോളം മനസ്സിൽ തങ്ങി നിൽക്കുന്ന രീതിയിലാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതാണ് AR റഹ്മാൻ. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരു കാര്യം പറയാനുള്ളത്, അദ്ദേഹം ജനിച്ചപ്പോൾ ലെജൻഡായി വന്ന ഒരു വ്യക്തിയല്ല. ഒത്തിരി വർഷത്തെ കഷ്ടപ്പാടുകൾക്കൊടുവിൽ സംഗീതത്തെ പ്രണയിച്ചതടക്കം നിങ്ങളാണ് അദ്ദേഹത്തെ ലെജൻഡാക്കിയത്. തീർച്ചയായിട്ടും നിങ്ങൾ മാത്രമാണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ മാജിഷ്യനാക്കി മാറ്റിയത്.